ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ജോലിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എനിക്ക് ഇന്നലെ രാത്രി മുതൽ ഭയങ്കര തലകറക്കം. ഇയർ ബാലൻസിൻ്റെ ആണ്. പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്നൊരു തലകറക്കം വന്നു. രാത്രിയൊക്കെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അവൾ ട്യൂഷനും പോയില്ല, എനിക്ക് വയ്യാത്ത കാരണം ട്യൂഷനും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു വിധത്തിലാണ് പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിട്ടത്. അത്യാവശ്യം ഇന്നലത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിളപ്പിച്ച് ഊറ്റി തട്ടിക്കൂട്ടി പറഞ്ഞു വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ ഒന്നും ഞാനങ്ങനെ ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്ക് എണീറ്റ് പഴം അങ്ങനെയുള്ള 1-2 ഐറ്റംസ് കഴിച്ചു. വേറൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായില്ല. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഞാനൊന്ന് എണീറ്റ് കുളിച്ചു. ഞാൻ തലയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരുവിധം ഓക്കെ. അതിന് മുന്നേ തന്നെ ഞാനൊന്ന് ടാബ്ലറ്റ് കഴിച്ചു. ഇയർ ബാലൻസിന് ഞാൻ ഹോമിയോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിക്കണില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പണ്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ വെട്ടിന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കാൻ തരുമായിരുന്നു. പക്ഷെ അതെപ്പോഴും കഴിക്കാൻ പാടില്ല, അതിനൊരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും ബാഗിൽ വെച്ചോളണം. എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ പെട്ടെന്ന് അതെടുത്ത് കഴിച്ചാൽ മതി. അത് കഴിച്ചു ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കൊക്കെ ഓക്കെ ആവും. അരമണിക്കൂർ മാക്സിമം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഓക്കെ ആവും. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ സൂക്ഷിച്ചു നോക്കും, എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണേൽ ഈ ഒരു പ്രശ്നം മാത്രമേ എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്നും വയ്യാതെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എനിക്ക് അത് ഓർത്ത് മാത്രമേ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മാക്സിമം ഞാൻ നോക്കും വയ്യാതെ ആവാതെ. പിന്നെ ഈ ഇയർ ബാലൻസൊക്കെയാണ് എനിക്ക് കൂടുതൽ വന്നെ. പനി ചുമ അങ്ങനെയുള്ള ഐറ്റംസൊന്നും എനിക്കങ്ങനെ വരാറേ ഇല്ലാണ്ടും കൊല്ലത്തേ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് തലവേദനയും ഇയർ ബാലൻസും തലകറക്കം ഇത് നന്നായിട്ട് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് ഉന്മേഷം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ചായ തിളപ്പിച്ച്. ഇപ്പോഴും എൻ്റെ തലയ്ക്ക് എന്തോ ഒരു കനം പോലെയാണ് കേട്ടോ. ആ ഒരു കറക്കം നിന്നു എന്നേ ഉള്ളൂ, പക്ഷെ എന്തോ ഒരു മന്നിപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പിള്ളേർ വരുന്നുണ്ടോ എന്ന് ഞാൻ ഇറങ്ങി നോക്കുകയാണ്. പിള്ളേർ വരാനുള്ള സമയമായി. ആ സമയത്താണ് ഞാൻ എണീറ്റ് കുളിച്ചതൊക്കെ. അത്ര നേരം കിടക്കായിരുന്നു, കാരണം നാളെയെങ്കിലും ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ നമ്മുടെ കയ്യിൽ ചിക്കിലി ഉണ്ടാവില്ല. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു മാസത്തെ കാര്യങ്ങൾ മൊത്തം, കാരണം ഒരു PLA ഉള്ളൂ. ഒരു PL ബാക്കിയുള്ളത് എല്ലാത്തിൻ്റെ സാലറി കട്ടിങ്ങാണ്. അപ്പോൾ ലീവ് എടുത്താലും അതിലേറെ പ്രശ്നമാണ്. അപ്പോൾ മാക്സിമം ലീവ് എടുക്കാതെ നോക്കണം. അപ്പോഴത്തേക്ക് അവർ വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് കുഞ്ഞുവിന് സർപ്രൈസ്. അമ്മ പോയില്ലേ, കുട്ടൂസിനറിയായിരുന്നു ഞാൻ പോയില്ല എന്നുള്ള കാര്യം. കാരണം എനിക്ക് രാവിലെ പോയപ്പോൾ വയ്യാതെ കിടക്കുന്ന ആൾ കണ്ടാണല്ലോ. കുഞ്ഞു പിന്നെ അതൊന്നും മനസ്സിലാക്കാറായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞുവിന് ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂ ഓർഡർ ചെയ്തത് ഇന്നാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവളോട് അതൊന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ 2 സൈസാണ് എടുത്തേക്കുന്നത്. പക്ഷെ ചെറുതായിട്ടൊന്ന് വലുതായിട്ടുണ്ട്, അതായത് കുറച്ചൊന്ന് വലുതാണ്. അപ്പോൾ മാറ്റി വാങ്ങണോ വേണ്ടയോ എന്നൊക്കെയാണ് ആലോചിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഷൂ ഒന്നും എപ്പോഴും ഇടുന്നില്ലല്ലോ, വല്ലപ്പോഴും ഇടണുള്ളൂ. അവൾ പെട്ടെന്ന് വലുതാവുമല്ലോ, അപ്പോൾ പിന്നെ അവ യൂസ് ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റാനൊന്നും പോയില്ല. അത് തന്നെ ഇടട്ടെ എന്ന് വിചാരിച്ചു. ഇതിനെ കണ്ടൊരു 400 രൂപ കണ്ടാണ് ആയേക്കുന്നത്. അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇടാം. ഷൂ ഒക്കെ ചീത്തയായിപ്പോയി. അപ്പോൾ അവരെ ആനുവൽ ഡേ ആണ് കേട്ടോ 20-ാം തീയതി. അപ്പോൾ അതിന് ഇടാനുള്ള കോസ്റ്റ്യൂമൊക്കെ കുട്ടൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ. ഇതിൻ്റെ താഴത്തെ എന്ത് പാൻറ്റൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട, അതൊക്കെ ടീച്ചർ ചെയ്ത് കൊടുത്തോളും. പിന്നെ ഓർണമെൻറ്റ്സും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അത്രേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ വന്നതാണ്. അപ്പോൾ ആനുവൽ ഡേക്ക് വൈകുന്നേരമാണ് പരിപാടി. ഞാനും പോകുന്നുണ്ട് കേട്ടോ, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഡാൻസും ഉണ്ട്, ഇവളുടെ ഡാൻസും ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവർ രണ്ടുപേരും ചേർത്തിട്ടുണ്ടായില്ല, പക്ഷേ ഈ കൊല്ലം ഞാൻ ചേർത്തു. അപ്പോൾ ഞങ്ങൾ കടയിലൊന്ന് പോകാമെന്ന് ചോദിച്ചു. കുട്ടൂസ് ട്യൂഷന് പോകാൻ റെഡി ആവുകയാണ്. ഞാനും കുഞ്ഞും കൂടി കട വരെ ഒന്ന് പോവാം, കാരണം അരിയും സാധനങ്ങളൊക്കെ തീർന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അത് വാങ്ങിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അയ്യോ അടുത്തതില്ലല്ലോ എന്ന് വിചാരിക്കണേ. എന്തായാലും ഞാൻ തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ലീവ് എടുത്തു. അപ്പോൾ ഒന്ന് അടച്ചു മൂട്ടി വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുവിനെയും കൊണ്ടാണ് പോകണം, ഒറ്റയ്ക്ക് പോകണില്ല, തലകറക്കല്ലേ. അതുകൊണ്ട് കുഞ്ഞു കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുവിനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അടുത്ത് തന്നെ മാവേലി സ്റ്റോറിലാണ് പോകുന്നത്, അല്ല വലിയ സൂപ്പർ മാർക്കറ്റിലൊന്നല്ല, മാവേലിയിലൊന്ന് പോവാം. അപ്പോൾ കുറേ തുണിയൊക്കെ മടക്കാനുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് ഇതെല്ലാം ചെയ്യണം. എന്താ പറ്റിയെന്നറിയില്ല, എനിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
എണീക്കാനേ പറ്റില്ല. ഈ ഇയർ ബാലൻസ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇയർ ബാലൻസിൻ്റെ കൂടെ ഛർദി വരുന്നുണ്ട്. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഈ ഒരു പ്രശ്നം ഒഴികെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി പോകുന്നുണ്ട്. ഈ ഒരു അസുഖം വരുമ്പോൾ മാത്രം ഞാൻ ആകെ തകർന്നു പോവാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ, പിള്ളേർക്ക് വേണ്ടി പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവാണ് എനിക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ മാവേലിയിലോട്ട് പോയിട്ടാണ്. മാവേലിയിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അരി പോലും ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല. കാരണം കാടിനുള്ള അരികളൊന്നുമില്ല, കാടിനുള്ള സാധനങ്ങളൊന്നുമില്ല. നോർമൽ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളെ അവിടെ ഉള്ളൂ. അത് പിന്നെ വാങ്ങിക്കാൻ നമ്മൾ മാവേലിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അരി ആയാലും സബ്സിഡി അരി ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് പയറും ചെന്നതല്ലേന്ന് വിചാരിച്ചിട്ട് ചെറുപയറും വൻപയറും ഉഴുന്നും, അതൊന്നും കാർഡിൽ സബ്സിഡി ഉള്ളതല്ല കേട്ടോ. നോർമൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ റേറ്റിനാണ് നമുക്ക് തന്നേക്കുന്നത്. ഒരെണ്ണത്തിനും സബ്സിഡി ഇല്ല. അതുകൊണ്ട് തൽക്കാലം പോയതല്ലേന്ന് വെച്ചിട്ടല്ല, ഇതെല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ സബ്സിഡി ഇല്ലയെന്നറിയുന്നത്. ഇതിനൊന്നും സബ്സിഡി ഇല്ലയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതൊന്നും വാങ്ങിക്കില്ലായിരുന്നു. കാരണം ഇതിലും നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. എന്തായാലും ഞാനെന്താ വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചു അവിടെ നിന്ന്, പിന്നെ കുഞ്ഞിനൊരു നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നൂഡിൽസും വാങ്ങിച്ചു കേട്ടോ. ഒരു നൂഡിൽസും വാങ്ങിച്ചു. അത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ, ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചില്ല. ജയ അരിയും പിന്നെ കുത്തരി ഉണ്ടായിരുന്നു. ജയ ഞാൻ മേടിക്കാറില്ല, കാരണം ഭയങ്കരമായിട്ട് വേവല്ലേ. എനിക്ക് രാവിലെ ആവുമ്പോഴേക്കൊക്കെ തയ്യാറാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. ഒരുപാട് പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല, കുറേശ്ശെ മേടിച്ചുള്ളൂ. കാരണം ഇരുന്നാലും ചീത്തയായി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് പച്ചക്കറിയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാമല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ വേഗം തന്നെ വീട്ടിലൊന്നും അരി സാധനങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് ആകെ എന്തോ ഒരു പരവേശം പോലെ, എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണം അത് കുടിക്കണം എന്നൊക്കെ ഇതായിട്ട് ഞാൻ വന്ന വഴിക്ക് ഒരു 7up മേടിച്ചിട്ട് വന്നു കേട്ടോ. ഒരു കുഞ്ഞ് 7up മേടിച്ചിട്ട് വന്ന ഉടനെ തന്നെ അത് കുടിച്ചിട്ട് എനിക്ക് ദാഹമല്ല, എന്തൊരു പരവേശം പോലെ, ആകെ ഒരു വയ്യാതെയാണല്ലോ പോണത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് തലകറക്കം എന്നല്ല പറയാൻ പറ്റണത്, തലവേദനയല്ല, എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം അടുക്കി ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അരി മേടിച്ചു കേട്ടോ. ഞാനൊരു 5 കിലോ സുരേഖയാണ് മേടിച്ചത്. കാരണം എനിക്ക് അത്യാവശ്യം എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്നാലും നാളെ ജോലിക്ക് ഞാൻ പോകും കേട്ടോ, ലീവ് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഹോർലിക്സ് മേടിച്ചത് സ്വാതന്ത്ര്യം കണ്ടിട്ട് കുഞ്ഞു ഹോർലിക്സൊക്കെ കഴിക്കേണ്ട. ഇടയ്ക്കൊക്കെ ഞാൻ സീരിയൽ കാണാറുള്ളൂ കേട്ടോ, എപ്പോഴും അങ്ങനെ കാണാറില്ല. പിന്നെ ഇയർ ബാലൻസ് വന്നാൽ സീരിയൽ കാണാനോ ഫോൺ നോക്കാനോ കമ്പ്യൂട്ടർ നോക്കാനോ ഒന്നും പറ്റില്ല. ആകെ കിടപ്പ് തന്നെയായിരിക്കും എനിക്ക്. ഞാൻ എണീറ്റ് പോലും നടക്കാനുള്ള ശേഷി എനിക്കുണ്ടാവില്ല. കുറേ നാളായിട്ട് എനിക്ക് ഉണ്ടാവാതെ ഇരുന്നൊരു അസുഖമാണ്. കുറച്ച് നാളായിട്ട് മാറി നിൽക്കുമായിരുന്നു. ഇപ്പം പിന്നെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ചിലരൊക്കെ പറഞ്ഞു എക്സസൈസൊക്കെ ചെയ്താൽ മതി മാറും. പക്ഷേ എനിക്ക് എക്സസൈസ് ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ ഈ കണ്ണ് വെച്ചിട്ടും തല വെച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് അത് കൂടുതലാവാണ്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചി എന്നൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി. ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ചെവി നിറയെ നീർക്കെട്ടാണ്, അതിനാദ്യം മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നിട്ട് ഞാനൊരു 2-3 ദിവസം ജോലിക്ക് പോയില്ല. കാരണം അത് മരുന്ന് കഴിച്ചപ്പോൾ ഇളകിയെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കിടന്ന കിടപ്പിൽ ഞാൻ 2-3 ദിവസം കിടപ്പായിരുന്നു. അതിനുശേഷം ഞാൻ മരുന്നേ നിർത്തി. എനിക്ക് പേടിയായി ഞാൻ മരുന്ന് കഴിക്കാനായിട്ട്. ഞാൻ പിന്നെ ആ മരുന്നൊന്നും കഴിച്ചില്ല. പിന്നെ എൻ്റെ പരിചയത്തിലുള്ള ഹോമിയോ ഡോക്ടറെ തന്നെ കാണിച്ച് ഞാൻ ഇയർ ബാലൻസ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കഴിക്കുന്ന ടൈമിൽ ഓക്കെ ആവുന്നുണ്ട്, പക്ഷെ അത് നിർത്തി കുറച്ച് കഴിയുമ്പോഴേക്കും അത് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എൻ്റെ ഒരു ടെൻഷനും ആവലാതി. പക്ഷെ ഇപ്പോൾ പിള്ളേരെല്ലാവരും അഡ്ജസ്റ്റഡായി, അവർക്ക് മനസ്സിലായി. ഞാൻ ഇയർ ബാലൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കണം കാണുമ്പോൾ തന്നെ കുട്ടൂസ് കാര്യങ്ങൾ അത്യാവശ്യം ചെയ്തോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാനപ്പോൾ വീട്ടിൽ വന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്. തണുത്ത വെള്ളമൊന്നും ഉണ്ടായില്ല, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അതുകൊണ്ട് എനിക്ക് തണുത്ത വെള്ളം തന്നെ വേണം കേട്ടോ കുടിക്കാനായിട്ട്. ചൂടായത് മേളിൽ താമസിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ചൂട് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കും. കുഞ്ഞുവിന് മാത്രം തണുത്ത വെള്ളം കൊടുക്കില്ല, കുട്ടൂസും ഇടയ്ക്ക് തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ ഞാൻ മുട്ടയൊക്കെ മേടിച്ചു കേട്ടോ. കാരണം എനിക്ക് മുട്ട ഉണ്ടെങ്കിലൊക്കെ ഒരു സമാധാനമാണ്. മുട്ട ഉണ്ടെങ്കിൽ കുട്ടൂസ് തന്നെ മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കഴിച്ചോളും. കറി വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ ചോറുണ്ടാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് മുട്ട അത്യാവശ്യം മുട്ടയൊക്കെ മേടിച്ചു വെച്ചു. ഒരു
മുട്ടയോളം മേടിച്ചു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടയൊക്കെ മേടിച്ചു. അപ്പം ഞാനത് ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലാക്കിയൊക്കെയാണ് വെക്കണത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മുട്ട വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയും വെക്കും. ബാക്കി കുറച്ച് ഇങ്ങനെ പാത്രത്തിലാക്കി ചീത്തയാവാതെ വെക്കും. ഇത് ഞങ്ങൾക്ക് എന്തായാലും 1 മാസത്തിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. 30 മുട്ട എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മുട്ട ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് 1 മാസത്തോളമൊക്കെ ഉണ്ടാകും. പിന്നെ കുറച്ച് ഓറഞ്ച് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞു തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് വയ്യ, ആകെ ഒരു വയ്യാക്കേട്, ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞു വന്നു. കുഞ്ഞു സഹായിക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് വയ്ക്കാൻ കുഞ്ഞുമാണ് ഹെൽപ്പ് ചെയ്തത്. ഞാനും കുഞ്ഞും കൂടി. കുട്ടൂസ് ഇതുവരെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കല്ലുപ്പും മേടിച്ചിട്ടുണ്ട്, പൊടിയുപ്പും മേടിച്ചിട്ടുണ്ട്. കല്ലുപ്പ് എനിക്ക് മീനൊക്കെ മേടിക്കുമ്പോൾ കല്ലുപ്പ് ഇട്ട് ഉരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് വൃത്തിയാവുമല്ലോ. പൊടിയുപ്പ് പിന്നെ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ രണ്ടും സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ മുട്ടയെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി പെട്ടെന്ന് എനിക്ക് ഇയർ ബാലൻസ് വന്നേന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. കാരണം എല്ലാ എക്സസൈസും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ലിമിറ്റഡായിട്ട് എക്സസൈസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ സൂക്ഷിച്ചാണ് ചെയ്യണത്. തല അധികം മനക്കണ എക്സസൈസൊന്നും ഞാൻ ചെയ്യാറില്ല. ഇനി അതുകൊണ്ടാണോ എനിക്ക് പെട്ടെന്ന് വന്നേന്നറിയില്ല. എനിക്ക് വയറൊക്കെ കുറച്ച് ചാടിയ പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അത്യാവശ്യം ഡയറ്റ് മാറ്റിയിട്ട് പാൽ ചായയൊക്കെ കുടിച്ചു. പക്ഷേ നാളെ തുടങ്ങി ഞാൻ പിന്നെയും ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വയ്യായിക വരുമ്പോഴാണ് പ്രശ്നം നോക്കിയിട്ട് വയ്യായിക കുറഞ്ഞിട്ട് ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോയി കിടന്നാൽ മതി എന്നായിരുന്നു. ആകെ ഒരു വയ്യായിക എനിക്കുണ്ട്. എത്ര പെട്ടെന്നൊന്ന് ഇതെല്ലാം റെഡിയാക്കി വെച്ച് എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കുക, അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഓ തക്കാളിയൊക്കെ നശിപ്പിച്ചാളയോ? ആ സവാളയൊക്കെ ആ പാത്രത്തിൽ ഇട്ട് വെക്കേണ്ടത്. തൽക്കാലം ഇതിലിട്ടിട്ട് അതിൽ കൊണ്ട് ഇട്ടാൽ മതിയാ കേട്ടോ. ആ പിന്നെ ഓരോന്നിനും ഓരോ പാത്രം ഉണ്ട്. ആ എല്ലായിടത്തും നോക്കണം. ഞാൻ സഹായിക്കുന്നതേ ഇല്ല, നീ തന്നെ ചെയ്താൽ മതി. ആ പൊട്ടറ്റവും അവിടെ എടുത്ത് വെക്കണം. എറിഞ്ഞു കളയണേ. എന്തിനാ കുടഞ്ഞിരുന്നത്? അപ്പോൾ കുഞ്ഞുൻ്റെ അടുക്കി പെറക്കലൊക്കെ കഴിഞ്ഞ് ആൾ ക്ഷീണിച്ചതേ കാല് കയറ്റി ഇവിടെ വന്നിരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. ഞാനപ്പോൾ അതിന് വഴക്ക് പറയായിരുന്നു, ഡ്രസ്സ് മാറുന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞു. കുട്ടൂസ് വന്നിട്ടില്ല. കുട്ടൂസും കൂടി വന്നു കഴിഞ്ഞ് ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ച് കിടക്കാമെന്ന് ചോദിച്ചു. വയ്യാട്ടാണ് നേരത്തെ കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ കഴിയുമ്പോൾ അവൾ വിളിക്കുമ്പോൾ ഞങ്ങൾ റോട്ടിലോട്ട് ചെല്ലണം. അവൾ അങ്ങോട്ട് വന്നോളും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വേണ്ടത് എങ്ങനെ പോയി എനിക്കറിയില്ല. ഇന്നത്തെ എന്ത് പന്ന ദിവസമായിരുന്നു എന്ന്. കാരണം രാവിലെ മുതൽ ഫുൾ കിടപ്പ്. വൈകുന്നേരമാണ് ഒന്ന് ടാബ്ലറ്റ് കഴിച്ചൊന്ന് നേരെ നിന്നേക്കണത്. ഇനി നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ദിവസം പോലെ ഒരു ദിവസം വേണ്ട എന്തായാലും. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.